Salt and pepper. Bum 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 bum. സ്വാഗതം സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക്. എത്ര മനോഹരമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് അറിയാവോ? ശരിക്കും നമ്മുടെ കേരളത്തിലെ തേക്കടി പോലെ ഉണ്ടല്ലേ? എന്നാൽ തേക്കടിയല്ല, ഇത് കർണാടകയിലാണ് നിൽക്കുന്നത്. കർണാടക ജില്ലയിൽ ഒരു ഡീപ്പ് ഫോറസ്റ്റിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ കാട്ടിനകത്ത് അങ്ങനെ എല്ലാവർക്കും വരാനൊന്നും പറ്റുന്നതല്ല. അതുമാത്രമല്ല, ഈ കാണുന്നത് ഒരു ഡാമാണ്, മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ഡാമാണ്. ആ ഡാമിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് കൂർഗ്, നമ്മുടെ കുടകിലേക്ക് പോകുന്ന വഴിയിൽ ദുബേരെ ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് രാവിലെ ഇങ്ങനെ ഏതാണ്ട് ഞാനൊരു അഞ്ച് മണിക്ക് മുന്നേ ഇവിടെ വന്നതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രകൃതി രമണീയമായതും അല്ലെങ്കിൽ കാട്ടിലെ ജീവജാലങ്ങളുടെയൊക്കെ ഒരുപാട് കാഴ്ച നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. അത് കാണാനായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അതിനേക്കാളും ഭാഗ്യമുള്ള മറ്റൊരു കാഴ്ച ഞാൻ കണ്ടത്. ഒരാൾ പക്ഷിയെയൊക്കെ നിരീക്ഷിക്കുന്നു, ഒരു ബേർഡ് വാച്ചർ. അദ്ദേഹത്തെ ഇവിടെ അറിയപ്പെടുന്നത് ബാഡ്മാൻ ഓഫ് കൂർഗ്, മിസ്റ്റർ ഗണേഷ്. ഹായ് ചേട്ടാ, പ്ലീസ് വെൽക്കം. ഹലോ, ഇതാണ് പ്രശസ്തനായ ബേർഡ് വാച്ചർ ഗണേഷ്, ബാഡ്മാൻ ഓഫ് കൂർഗ്. അപ്പോൾ എന്തൊക്കെയാണ് രാവിലെ ചേട്ടൻ, ഞാനിവിടെ വന്നപ്പോൾ ചേട്ടൻ ബൈനാക്കുലറൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, എന്തൊക്കെയാണ് ഇവിടെ ഒത്തിരി ബേർഡ്സ് ഉണ്ട്. ആൻഡ് ആക്ച്വലി നിങ്ങൾ ഇത് വേൾഡ് വൈഡ് കാണാൻ പോയാൽ ഇടീ ലോകത്തിൽ നമുക്ക് 10,700 സ്പീഷീസ് കാണാം. സോ അതിൽ നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ വന്നാൽ 1200 സ്പീഷീസ് കാണാം. നമ്മൾ ഇന്ത്യയിലോട്ട് വന്നാൽ 1000 സ്പീഷീസ് കാണാം. പക്ഷേ പ്രത്യേകിച്ച് ഈ കർണാടക സ്റ്റേറ്റിലെ കൊടക് എന്ന് പറഞ്ഞ ചെറിയ ജില്ല 4102 സ്ക്വയർ കിലോമീറ്റർ ആയത്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് കമ്മി എന്ന് പറഞ്ഞാൽ 328 സ്പീഷീസ് കാണാം. ഞാൻ ഇതിലൂടെ നോക്കിയായിരുന്നു, നല്ല പവർഫുൾ ബൈനാക്കുലറാണ്. ബേർഡ് വാച്ചറിന് ഇത് മസ്റ്റാണ്. ബേർഡ് വാച്ചറിന്റെ മെയിൻ വെപ്പൺ. യെസ് സർ, ആക്ച്വലി ഇത് ബേർഡ് വാച്ചർ എന്ന് പറഞ്ഞാൽ അവൻക്ക് ബൈനോക്കുലേഴ്സ് അത്യാവശ്യമാണ്. വിത്തൗട്ട് ബൈനോക്കുലേഴ്സ് ഹി കനോട്ട് ബി എ ബേർഡ് വാച്ചർ സർ. അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ നേരത്തെ കണ്ടായിരുന്നു. ഒരു ആ കാണുന്ന മരത്തിന്റെ മേളിലായിട്ട് ഒരു പക്ഷി ഇരിപ്പുണ്ട്. ആ പക്ഷിയുടെ പേരെന്താണ്? അത് ഇന്ത്യൻ സാഗ് എന്ന് പറയും സർ. കാട്ടുപന്നികളൊക്കെ അവിടെ നിൽപ്പുണ്ട്, എനിക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. യെസ് ദ വൈൽഡ് ബോർഡ്സ് ഒക്കെ ഇങ്ങനെ ഗ്രേസ് ചെയ്തിട്ട് താഴെ വരും, വന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കാൻ എല്ലാം വന്നിട്ട് പോകും. അവിടെ ഒരു ബിൽഡിംഗ് അല്ല സർ, അല്ല, ആക്ച്വലി അത് ഒരു ശിവന്റെ ക്ഷേത്രമാണ്. ശിവന്റെ ഡാമിന്റെ അകത്തോ? ഡാമിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് ഏൻഷ്യൻ ടൈമില് ഇവിടുത്തെ വില്ലേജേഴ്സ് ആ ടെമ്പിൾ പണിതതാണ്. സോ അപ്പോൾ ഒരു ഡാം പണ്ടപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഡാം വെള്ളം ഇൻക്രീസ് ആകുമ്പോൾ ഈ ടെമ്പിൾ കംപ്ലീറ്റ്ലി വെള്ളത്തിൽ കവറായി പോകും. സോ അവിടെ കവറാകുമ്പോൾ യാരും വരില്ല. ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിൽ വരില്ല. സോ വെള്ളം എപ്പോ ഈ ഡിക്രീസ് ആയി താഴെ പോകുന്നു, അപ്പൊ നിങ്ങൾക്ക് ക്ഷേത്രം കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് ക്ഷേത്രം കാണാം. എനിക്ക് ഭാഗ്യമുണ്ട്, ക്ഷേത്രത്തിൽ വെള്ളം പോയിട്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോ പിൽഗ്രിമേജിന്റെ ഒരു ടൈം കൂടെ. അപ്പോ ഒത്തിരി പേര് ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് പൂജ ഒക്കെ ചെയ്യാറുണ്ട് സാർ. അതുമല്ല, ഞാനിങ്ങനെ അതിശയിച്ചു പോയത് ഇദ്ദേഹത്തിന്റെ മറ്റൊരു കഴിവ്. ഇദ്ദേഹം ഈ ബേർഡ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഈ ബേർഡ്സിന്റെ സൗണ്ട് ഇങ്ങനെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ ബേർഡ്സിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ ചില അവർ റെസ്പോണ്ട് ചെയ്ത് നമുക്ക് കാണാം. കേരളത്തിലൊക്കെ നമ്മൾ പറഞ്ഞ ഉപ്പൻ എന്ന് പറയും. ഉപ്പൻ ബ്രൗൺ ഫെദർ, സിനമൺ ഫെദർ, അതിന്റെ കണ്ണ് വന്ന് റെഡ് ഐസ് ആയിട്ടുണ്ടാവും. സോ അത് വന്നിട്ട് എങ്ങനെ സൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് മെയിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ കോൾ ആൺ ചെയ്യും. അപ്പോൾ ഫീമെയിൽ എന്ത് ചെയ്യുന്ന റെസ്പോണ്ട് ചെയ്യും ഇങ്ങനെ അതുപോലെ. സോ ദാറ്റ്സ് ഹൗ ദേ ബോത്ത് റെസ്പോണ്ട് സർ. അതിന് ഇന്നൊരു പക്ഷി സർ, നിങ്ങൾ ഈ പക്ഷിന്റെ സൗണ്ട് നിങ്ങൾ കേട്ടിരിക്കാം. കൊളക്കോയി എന്ന് പറയും സർ. കൊളക്കോയി നമ്മുടെ ഈ വെള്ളത്തിന്റെ സൈഡിലെല്ലാം ഉണ്ടാവും. അതിങ്ങനെ സൗണ്ട് എന്ന് പറയും സർ. കോപ്പർ സ്മിത്ത് ബാർബെറ്റ്. ഈ കോപ്പർ സ്മിത്ത് ബാർബെറ്റ് എന്ന് പറഞ്ഞാൽ സാർ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഒരു സൗണ്ട് കേട്ടോ? കണ്ടില്ലേ?
ആ അതാണ് ആ ബേർഡ്സ്. സോ ആ ഡയറക്ഷനിൽ അവിടെ നിന്ന് വരുന്നത് സാർ കോൾ. ഓ യെസ് യെസ് അയാൾ ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ട് അതല്ല അവിടെ പോകുന്നു സാർ. ബൈനാക്കുലർ ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു ബൈനാക്കുലറാണ്. ബുഷ്നല്ല സാർ, ബുഷ്നൽ. ഓ നല്ല കമ്പനിയാ. അപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം താങ്കളെ കണ്ടതാണ് ഇന്നത്തെ ദിവസം. ഞാൻ എൻ്റെ ഒരു ഉദ്യമം തന്നെ മറന്ന് താങ്കളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പലരും കൊതിയോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് താങ്കളുടെ ഈ എൻ്റെ സൗണ്ടും താങ്കളുടെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടല്ലോ സാർ? ആക്ച്വലി നിങ്ങൾക്ക് ഞാൻ പറയാൻ മറന്നുപോയി സാർ. സോ ഞാൻ വരുന്നതേ ഈ പ്രണവ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ്. അവിടെ ഭക്ഷണം ഡെലീഷ്യസ് സാർ. എന്നാ പിന്നെ അങ്ങോട്ട് പോയാലോ? ഞങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ പ്രണവിലെ? ആ സാർ പ്ലീസ്, മോസ്റ്റ് വെൽക്കം. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ് സാർ. ಇದಾನಲ್ಲೇ ಇದಾನು ಪ್ರಣವ್ ರಿಸಾರ್ಟ್ ಸರ್. ಸರ್ ನವನೀತ್ ಸರ್ ಇದ್ದಾರಾ? ನವೀನ್ ಸರ್ ಸರ್ ಇದ್ದಾರೆ, ಕೂತ್ಕೊಳ್ಳಿ. ಎಲ್ಲಿದ್ದಾರೆ? ಇಲ್ಲಿ ಚೇಂಬರ್ ಇದ್ದಾರೆ, ಕಾಲ್ ಮಾಡ್ತೀನಿ. സർ നവീൻ സാർ ഇവിടെ ഉണ്ട്. ചേംബറിൽ ഉണ്ടെങ്കിൽ പോയി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ നിന്ന് വരികയാണ് കൗമുദി TV. വെൽക്കം. അപ്പോൾ ഇദ്ദേഹമാണ് ഞങ്ങളെ ഇവിടേക്ക് നേരെ ഡയറക്റ്റ് ചെയ്തത്. ഗുഡ് നെയിം സർ? നവനീത്. നവനീത്. ഇത് പ്രണവ് ഇന്റർനാഷണൽ ഹോട്ടൽ. അപ്പോൾ ഇവിടുത്തെ റൂം കാറ്റഗറീസ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾക്ക് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് റൂം മുതൽ സ്റ്റാൻഡേർഡ് റൂം, ഡിലക്സ് റൂം, എക്സിക്യൂട്ടീവ് ഡിലക്സ്, AC ഡിലക്സ് റൂം, എക്സിക്യൂട്ടീവ് ഡിലക്സ് റൂം, ദെൻ സ്യൂട്ട് റൂം, നമ്മൾക്ക് എല്ലാ കാറ്റഗറി, അതായത് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. വി ഗോട്ട് എ ഫാന്റാസ്റ്റിക് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ഓവർ ഹിയർ. നമുക്കിവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നോർത്ത് ഇന്ത്യയിലുള്ള ഗസ്റ്റിനാണെങ്കിൽ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒരുപാട് ഇവിടെ കരുതിയിട്ടുണ്ട്. എസ്പെഷ്യലി ഫോർ നോർത്ത് ഇന്ത്യൻ വി ഗോട്ട് 3 ഷെഫ്. കേരളത്തിൽ നിന്നും വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഷെഫിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൺ ഫ്രം ആലപ്പി. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആലപ്പി പീപ്പിൾ, എസ്പെഷ്യലി ഇൻ ഫിഷ് കറി. സോ ആലപ്പിയിൽ നിന്ന് നമ്മൾക്കൊരു ഷെഫുണ്ട്. പുള്ളി അവിടുത്തെ ആലപ്പി സ്പെഷ്യലായിട്ടുള്ള കൊഞ്ച് ഫ്രൈ, അയില, മാങ്ങ മുളകിട്ടത്, അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെ ഒരുപാട് ഫിഷുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കറികളും കേരളത്തിൻ്റെ തനതായ നമ്മുടെ വിഭവങ്ങളും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാങ്ങയിട്ട് വെച്ച മീൻകറി. ഈ മാങ്ങയിട്ട് വെച്ച മീൻകറി എന്ന് പറയുന്നത് സാധാരണ അമ്മൂമ്മമാരുടെ ഒരു കൈപുണ്യമാണ്. അത് ഒന്ന് നോക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം. പിന്നെ പുതിയ പിള്ളേർക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീർച്ചയായും. അപ്പൊ അങ്ങോട്ട് പോവാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും കുറെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടാനുണ്ട്. ഷെഫിനെ കാണണം, പിന്നെ അടുക്കളയൊക്കെ ഒന്ന് സജ്ജീകരിക്കണം. കുറച്ച് സമയം എടുക്കും. എനിക്ക് വിശ്വസിക്കാൻ വയ്യ, എന്തൊക്കെ കാഴ്ചകളല്ലേ നമ്മളിന്ന് കണ്ടത്. പക്ഷികളെ വിളിക്കുന്നു, പക്ഷികൾ വരുന്നു. ഇതാണ് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു രസം. അതെല്ലാം പോട്ടെ. ഇന്ന് നമുക്ക് നമ്മൾ പിന്നെ പ്രണവിൻ്റെ കുറേ വിശേഷങ്ങൾ കണ്ടു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രണവിൻ്റെ കൂർഗ് ഡൈൻ അല്ലേ? പ്രണവിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്, കൂർഗ് ഡൈനിൽ. നമ്മുടെ ഷെഫ് ഇവിടെ നിൽപ്പുണ്ട്. ഷെഫ് ഗുഡ് നെയിം? ഷൈജു ജോൺ. ഷൈജു ജോൺ. അപ്പോൾ ഷൈജു ജോൺ നമ്മുടെ നാട് എവിടെയാണ്? എൻ്റെ വീട് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ എവിടെ? നെടുമുടി. ആലപ്പുഴക്കാരൻ. എനിക്ക് വയ്യ. നെടുമുടി നമ്മുടെ നെടുമുടി വേണിച്ചേട്ടൻ്റെ അടുത്ത് തന്നെ. അപ്പം നല്ല ഈ കുട്ടനാടൻ വിഭവങ്ങളുടെ ഒക്കെ ഒരു കലവറ തന്നെ താങ്കളുടെ കയ്യിൽ. അതെ അതെ. ഇനി വയൽ വിളറക്കാൻ വയ്യ. ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങയിട്ട അയിലക്കറി. മാങ്ങയിട്ട അയിലക്കറി. എനിക്ക് വയ്യ. ഇത് അങ്ങ് നൊസ്റ്റോൾജിയുടെ അങ്ങേ അറ്റത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണെന്ന് തോന്നുന്നു കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ പ്രണവ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാങ്ങയിട്ട മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മുമ്മ, എനിക്ക് ഓർമ്മയാണ് എൻ്റെ അമ്മുമ്മയും അമ്മയും ഒക്കെ വെച്ച് തരുന്ന കറിയാണ്. അതൊരു പഴമക്കാരുടെ ഒരു ടേസ്റ്റാണ് മാങ്ങയിട്ട. അതായത് പുളിയൊന്നും ഉപയോഗിക്കത്തില്ല അല്ലേ? ഇല്ലില്ല, പുളിയില്ല. പുളിക്ക് പകരം മാങ്ങ. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നാവിൽ ഇങ്ങനെ എന്താണ് വെള്ളമൊരു നമ്മൾ കഴിച്ചിട്ടുള്ള ഒരിതാണ്. ഇപ്പൊ അത് കഴിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതൊന്ന് കണ്ടോളൂ, എന്നിട്ട് അമ്മയോട് പറയണം ഇതുപോലെ ഉണ്ടാക്കി തരാൻ. ആ ടേസ്റ്റ് ഒന്ന് നമുക്കിപ്പോ നേരിട്ട് കാണാം അല്ലേ? ആ ഒരു മാജിക്കൽ ടേസ്റ്റ് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചോളൂ കേട്ടോ. ഗാർലിക്, ജിഞ്ചർ, ഒണിയൻ, സോൾട്ട്, ഗ്രീൻ ചില്ലി, മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ, ഉലുവ.
മാംഗോ. പിന്നെ അത് കടുക് പൊട്ടിക്കാനായിട്ട്. കടുക് പൊട്ടിക്കാൻ കടുകുണ്ട്, കറിവേപ്പിലുണ്ട്. കോക്കനട്ട്, ടർമറിക് പൗഡർ ആൻഡ് ചില്ലി പൗഡർ വിത്ത് മാംഗോ. ശരി ശരി. അതിലും മാങ്ങ ചേർത്ത്? മാങ്ങ ചേർത്തിട്ടുണ്ട്. അത് ടേസ്റ്റിന് വേണ്ടി. എണ്ണ കോക്കനട്ട് ഓയിൽ. ഓക്കെ റൈറ്റ്. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് അങ്ങ് തുടങ്ങാം സർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുടക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് ഇവിടെ ഈ പ്രണവിൽ വരാറുണ്ട്. ഇവരെല്ലാം ചോദിച്ച് വാങ്ങി കഴിക്കുന്ന, നമ്മൾ മലയാളികൾ പൊതുവെ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചോറ്, നമ്മുടെ കഞ്ഞി, നമ്മുടെ കറികൾ അതൊക്കെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ ആവശ്യപ്പെടുന്ന ഒരു കറിയാണ്. ഇവിടുത്തെ ഏറ്റവും ടോപ്പാണ് ഈ സാധനം. ഫസ്റ്റ് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഉലുവ ആദ്യം ഇടുക. ഉലുവ അരച്ച് ചേർക്കുന്നില്ലല്ലേ? ഉലുവ അരച്ച് ചേർക്കുകയല്ല, പകരം എണ്ണയും മൂപ്പിക്കത്തേ ഉള്ളൂ. ഉലുവ മൂത്ത് കഴിയുമ്പോഴത്തേക്കും കടുക് ഇടുക. കടുകിന്റെ ഒരു ഡ്യൂട്ടി എന്താണ്? എല്ലാ കറിയിലും നമ്മൾ കടുക് വറുക്കുക. കടുക് നല്ല ഫ്ലേവർ കിട്ടും. കടുകിന്റെ ഒരു ഫ്ലേവർ നമുക്കുണ്ടാകും. ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് അത് ഓൾറെഡി നമുക്ക് ഫ്ലേവർ നമുക്ക് കിട്ടും. ആ കറിക്ക് ഒരു ടേസ്റ്റ്. നമ്മൾ എന്ത് മീനാണ് കുക്ക് ചെയ്യണം? അയില. സവാള നന്നായിട്ട് നുറുക്കി എടുത്ത് ഒന്ന് വഴറ്റി എടുക്കുകയാണ്. ഇത് എന്ത് കളർ വരെ വഴറ്റണം? അതുകൂടെ ഒന്ന് പറയാം. ഇത് ബ്രൗൺ കളർ. എത്ര മീനുണ്ട് ഇപ്പോൾ? 6 പീസ് ഉണ്ട്. 6 പീസ്. മാങ്ങയിട്ട് സാധാരണ കുടംപുളി ഒക്കെ ഇട്ട് വെക്കണതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാ കുക്കറിലും നമ്മൾ കണ്ടുള്ള കുടംപുളി, അല്ലെങ്കിൽ ഈ നമ്മുടെ തെക്കൻ കേരളത്തിന്റെ സ്റ്റൈലാണ് വാളംപുളി. പക്ഷെ ഇവിടെ പുളിക്ക് പകരം മാങ്ങ. മഞ്ഞൾപ്പൊടി സാധാരണ ഇടുമ്പോൾ ഒരു നുള്ളല്ല കേട്ടോ, ഒരു ഏകദേശം ഒരു 1/4 സ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട്. 1/4 സ്പൂൺ ചില്ലി പൗഡർ. ഇത് ചില്ലി കാശ്മീരി ആണോ? അതോ കാശ്മീരി ചില്ലിക്ക് സ്പൈസി കുറവായിരിക്കും. കളർ കൂടും. ശകലം വെള്ളം ഒഴിക്കാം. ഇത് കോക്കനട്ട്. തേങ്ങയില് മാങ്ങ, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇല്ല, മഞ്ഞപ്പൊടി, മുളക് പൊടി. മഞ്ഞപ്പൊടിയും മുളക് പൊടി ഉണ്ടോ ഇതില്? മുളക് പൊടി ഉണ്ട്. ഓക്കെ. മുളക്, മഞ്ഞള്, തേങ്ങ, മാങ്ങ ഇത്രയും ചേർത്ത് അരച്ച ഒരു മിശ്രിതമാണ് നമ്മുടെ അരപ്പ്. ഇത് ഇച്ചിരി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ മീൻ അതിൻ്റെ അത് ഇടാം. കറിവേപ്പിലയും ചേർത്തു അല്ലേ? കറിവേപ്പിലയും ചേർത്ത്. ഫിഷ് ഓൾറെഡി ഒന്ന് മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്തിട്ടില്ല. മഞ്ഞ കളറായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇത് മഞ്ഞളും ഉപ്പും ചേർത്ത് അവിച്ചെടുത്ത മീനാണെന്ന്. ഇത് പച്ചമീൻ തന്നെയാണ്. അതിലൊരു മസാല ചേർത്ത്. എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്? ഇതിൻ്റെ അത് മഞ്ഞപ്പൊടി, മുളക് പൊടി. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പച്ചമീനിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോ കറിയാണ് വെക്കണമെങ്കിലും നമ്മൾ ഈ മീന് ഫ്രൈ ചെയ്യത്തില്ല, മീന് പൊരിക്കാൻ എടുക്കുമ്പോൾ വരയുന്നത് പോലെ വരഞ്ഞിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ വരഞ്ഞിരിക്കണേ? അത് മസാല പിടിക്കാനായിട്ട്. ഓക്കെ. ഇത് പിടിക്കുക എല്ലാ ഭാഗത്തും ഈവനായിട്ട് പിടിക്കാനായിട്ട്. ഇത് മാങ്ങ ഇറങ്ങി. ഇന്നത്തെ താരം അതാണ്, മാങ്ങ. മീൻ ചേർക്കാതെ തന്നെ അതിൻ്റെ ഒരു മണം ഇങ്ങ് വന്നു തുടങ്ങി. മീൻ ചേർക്കാം. അങ്ങനെ നമ്മുടെ അയില. പച്ചമുളക് ഇടാം. അങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ച പച്ചമുളക്. നമുക്ക് മേളിൽ കുറച്ച് കറിവേപ്പില ഇടാം. ഇത് ഏകദേശം ആയിരിക്കുകയാണ്. നമുക്കിത് ഓഫ് ചെയ്തേക്കാം. യെസ്, അങ്ങനെ നമ്മുടെ അയല മാങ്ങയിട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട്.
ആ മണം എൻ്റെ മൂക്കിൽ കൃത്യമായിട്ട് ആ മണം എത്തിയിട്ടുണ്ട്. ഈ മീൻകറിയുടെ ടേസ്റ്റ് നോക്കണതിന് ഒരു സ്റ്റൈലുണ്ട്. അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ കാണിച്ചുതരാം. അതായത് ഇങ്ങനെ ഒരു സ്പൂണിൽ കുറച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു തവിയിലെടുക്കുക, എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ആക്കുക. നേരത്തെ നമ്മുടെ മീനിൻ്റെ സ്വാദ് കൂടെ ഒന്ന് നോക്കട്ടെ. ഗ്രേവി എക്സലന്റ്. ഇത് ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കണം കേട്ടോ. ബോസ് നിങ്ങൾ പുരിതാ ബോസ്. താങ്ക് യു. ഇത് സംഭവം ഇത് ഇങ്ങനെ ഈ മീൻകറി മാത്രം ഒറ്റയ്ക്ക് തിന്നാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് എനിക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും കൂടെ ഉണ്ടാക്കി തന്നേ പറ്റൂ. എന്തേ ഉണ്ടാത്തരാവോ? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആലു പൊറോട്ട ഉണ്ടാക്കാം. ഓക്കെ, ആലു പൊറോട്ട നോർത്ത് ഇന്ത്യൻ ഡിഷ് കൂടെയാണ്. നമ്മുടെ മീനും ഒക്കെ ആയിട്ട് ഒരു എന്താണ്, അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ്? ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം, ഓയില്, സോൾട്ട്, ഗോതമ്പ് മാവ്, വെള്ളവും സോൾട്ട് എല്ലാം ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുക. ചപ്പാത്തിക്ക്. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഇത് പൊട്ടറ്റോ ആണ്, മനസ്സിലായി. ബാക്കി എന്തൊക്കെയുണ്ടല്ലോ ഇതിൽ? ഇതിൻ്റെ അകത്ത് ഒണിയൻ ഉണ്ട്, മല്ലിയിലയുണ്ട്, മുളകുണ്ട്, ഉപ്പ്. പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുത്തു അല്ലേ? പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിനൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് മാവ്, അത് പരത്തി. ഇത് ബട്ടർ. അപ്പോൾ തുടങ്ങാം. ചപ്പാത്തി പോലെ പോലെയല്ല, ഒരു പൊറോട്ടയുടെ കട്ടിക്കാണ് പരത്തിയത്. നമ്മള് കഴിക്കുന്ന പൊറോട്ട ഉണ്ടല്ലോ, അതിന്റെ ഒരു കട്ടിക്കാണ് മാവിനെ പരത്തിയെടുത്തത്. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ ഉരുളക്കിഴങ്ങിന്റെ മിശ്രിതം അതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് അടച്ചെടുത്തു. ഇനി പരത്തിയെടുത്തിട്ട് ആലു പൊറോട്ട ശരിക്കും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണല്ലേ? നമുക്കിനി തവ കത്തിക്കാം. തവ ചൂടായി കഴിയുമ്പോൾ ബട്ടർ ഇടാം. എണ്ണയല്ല, ബട്ടറാണ് ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആലു പൊറോട്ട അടുപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ആലു പൊറോട്ട ഒന്ന് വെന്ത് വരാനായിട്ട്, കാരണം അതിനകത്തൂടെ സ്റ്റഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എത്ര ടൈം വേണം? നമുക്കൊരു 4 മിനിറ്റ് എങ്കിലും വേണ്ടി വരും. 4 മിനിറ്റ് അല്ലേ? എന്നാലും ഇത് കറക്റ്റായിട്ട് വെന്ത് വരും അല്ലേ? കാരണം ഇതിൽ കട്ടിയുണ്ട്. നമ്മളെ ചപ്പാത്തി പോലെ ഭയങ്കര എന്താണ് നൈസായിട്ട് പരത്തിയെടുത്തതല്ല. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പൊറോട്ടയുടെ വലിപ്പത്തിനാണ് അതിനെ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേകണം. ഒന്ന് ആ ചട്ടുകം വെച്ചിട്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് അതിന് നന്നായിട്ട് ചൂട് എല്ലായിടത്തും പിടിക്കാനായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാറ്. കുറച്ച് ബട്ടർ അതിൻ്റെ മേളിലാണ്. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇടുന്നുണ്ട്. കാരണം നന്നായിട്ട് എല്ലായിടത്തും ചൂടടിച്ചിട്ട് അതിന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്, കട്ടിയുള്ളത് കൊണ്ടാണ്. അതിനകത്തുള്ള സ്റ്റഫ് ഓൾറെഡി ബോയിൽഡാണ്. ബാക്കി നമ്മുടെ ഈ ഗോതമ്പ് മാവ് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ? കാണുമ്പോഴേ അറിയാം. എന്തായി? റെഡിയായി. അങ്ങനെ നമ്മുടെ ആലു പൊറോട്ട റെഡിയായി. സത്യത്തിൽ മീൻകറിയും ആലു പൊറോട്ടയും ഒരു കോമ്പിനേഷൻ അല്ല, പക്ഷേ നമുക്ക് അല്ലേ, നമ്മൾ മലയാളികൾക്ക് എന്താണ് നല്ല ഭക്ഷണം, അതും നല്ല ആരോഗ്യകരമായ ഭക്ഷണം അവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും. അങ്ങനെ എനിക്ക് ആലു പൊറോട്ടയും ഇന്നത്തെ നമ്മുടെ മാങ്ങയിട്ട് വെച്ച അയലക്കറി എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്, അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ആലു പൊറോട്ട കട്ട് ചെയ്യണം അല്ലേ?
അങ്ങനെ നമ്മുടെ ആലു പൊറോട്ട തയ്യാർ. ഒന്ന് കണ്ടോളൂ. അപ്പോൾ ഇനി ഈ ആലു പൊറോട്ട ഇത് ടേസ്റ്റ് ചെയ്തേക്കാം. എനിക്ക് ഇതിൽ ഒരുപാട് ബട്ടർ ചേർത്തുകൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു ചെറിയ പീസ്. നിങ്ങൾ പൊളിച്ചു കേട്ടോ, പൊളിച്ചു. താങ്ക് യു. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇത് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ കുട്ടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ സമ്മാനമാണ്. ഇത് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ കരഞ്ഞു വിളിച്ച് അമ്മയോട് ഇപ്പം തന്നെ പറഞ്ഞോണം ഇത് ഉണ്ടാക്കി തരാൻ. ഉണ്ടാക്കി കഴിച്ച് ആസ്വദിക്കുക. അപ്പോൾ നമ്മുടെ കൂർഗ് ഡൈൻ റെസ്റ്റോറൻറ്റിലെ വിഭവങ്ങളാണ് ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതുപോലുള്ള വൈവിധ്യമായ രുചികളുമായിട്ട് ഞാൻ വീണ്ടും കൗമുദി ടിവിയിലെ സോൾട്ട് ആൻഡ് പെപ്പറുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.